ഓം നമ ശിവായ. ശ്രീരുദ്ര മന്ത്രത്തിൽ, വേദമന്ത്രത്തിൽ, യജുർവേദ മന്ത്രത്തിൽ ആരാണ് ശിവൻ, രുദ്രൻ, എന്താണ് ആ രൂപം എന്ന് വിശദമായി പറഞ്ഞിട്ടുള്ളതിനെ ഇവിടെ ഒരു ധ്യാന ശ്ലോക രൂപത്തിൽ യജുർവേദത്തിലെ ശ്രീരുദ്രത്തിൽ രണ്ടാമത്തെ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആരാണ് ശിവൻ, രുദ്രശിവൻ എന്ന് വിശദീകരിക്കുകയാണ്. ഈ വേദാന്തർഗതമായ ശിവസ്വരൂപം രചിച്ചത്, എഴുതിയത് അജ്ഞാത കർത്തൃക്കളായിട്ടുള്ള ഋഷീശ്വരന്മാരാണ്. കലർപ്പില്ലാത്ത സത്യം, അതാണ് ഇർക്ക് എന്ന് പറയുന്നത്. അതിനെ അറിഞ്ഞവരാണ് ഋഷീശ്വരന്മാർ. അവർക്ക് സ്ഥാവര ജംഗമ വസ്തുക്കളോടോ ലൗകിക സുഖ സൗകര്യങ്ങളോടൊന്നും ഒരു ആസക്തിയും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരു കാര്യം മാത്രം വേണമായിരുന്നു. അതായത് അവരെപ്പറ്റി പറയുന്നത് വേദാന്ത വാക്യേഷു സദാരവന്തോ ഭിക്ഷാന്ന മാത്രേണ ചതുഷ്ടിമന്ത അശോകമന്ത കരണേചരന്ത കൗപീനവന്ത കലുഭാഗ്യവന്ത എന്നാണ് ഋഷീശ്വരന്മാരെ പറ്റി പറയുന്നത്. എന്തെന്നാൽ വേദാന്ത വാക്യേഷു സദാരമന്തോ, എപ്പോഴും വേദാന്ത വിചാരങ്ങളിൽ മാത്രം അഭിരമിച്ചുകൊണ്ട് അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ, ധർമ്മോ രക്ഷതി രക്ഷിത തുടങ്ങിയിട്ടുള്ള വേദാന്ത വിചാരങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് വേദാന്ത വാക്യേഷു സദാരമന്തോ ഭിക്ഷാന്ന മാത്രേണ ചതുഷ്ടിമന്ത, ആഹാരത്തിന് വേണ്ടിയുള്ള ഭിക്ഷാന്നം മാത്രം കഴിച്ചുകൊണ്ട് ഭക്ഷിച്ചുകൊണ്ടും ഭിക്ഷാന്നമത്തെ ചതുഷ്ടിമന്ത അശോകം, ശോകമറ്റവരായി സച്ചിദാനന്ദ സുഖം ആനന്ദം അനുഭവിക്കുന്നവരായി അശോകം അന്ധക്കരണേ ചരന്ത, അന്ധക്കരണത്തിൽ. അപ്പോൾ ഇൻട്രോവർട്ടും എക്സ്ട്രോവർട്ടുകളുണ്ട്, മനം നോക്കികളും മാനം നോക്കികളും. അവർ മനം നോക്കികളായിരുന്നു. മനസ്സിലേക്ക് ചിന്തിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എന്തിനാണ്, അതിൽ ഞാൻ ആരാണ്, ഈ ലോകത്തിൻ്റെ ഗതിവിഗതികൾ എന്തൊക്കെയാണ്, ധർമ്മം എന്താണ് എന്നുള്ള ആ വേദാന്ത ചിന്തകളിൽ സ്വയം അഭിരമിച്ചുകൊണ്ട് വേദാന്ത വാക്യേഷു സദാരമന്തോ ഭിക്ഷാന്ന മാത്രേണ ചതുഷ്ടിമന്ത അശോകമന്ത, അവർക്ക് എപ്പോഴും സന്തോഷമാണ്, ഒരു ദുഃഖവുമില്ല. കാരണം അശോകമന്ത കരണേചരന്ത കൗപീനവന്ത ഖലുഭാഗ്യവന്ത, ദഗ്നം മറയ്ക്കാൻ വേണ്ടിയുള്ള ആ വസ്ത്രവും മാത്രം ധരിച്ച് സദാ വേദാന്ത ചിന്തകൾ ഉരുവിട്ടുകൊണ്ട് ലോകം മുഴുവനും സമസ്ത ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടി ഈ പ്രപഞ്ചത്തിനെ ഒരു 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 ഗവേഷണശാലയായി കണ്ടുകൊണ്ട് ഈ പ്രപഞ്ച രഹസ്യത്തിൻ്റെ അന്തർധാര ഇതെവിടെ നിന്നുണ്ടായി, ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇതിൻ്റെ ആദിമത്യാന്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചിരുന്ന ആ ഋഷീശ്വരന്മാരാണ് ഇവിടെ ചൊല്ലിയ അർത്ഥം പറയാൻ പോകുന്ന ആ ശിവ ധ്യാന ശ്ലോകം രചിച്ചത്. അവർ സാധാരണ മനുഷ്യർ ആയിരുന്നില്ല. സാധാരണ മനുഷ്യർക്ക് ലൗകിക ചിന്തകൾ ഉണ്ടായിരുന്നു. അവർക്ക് ഈ ഋഷീശ്വരന്മാർക്ക് കമണ്ഡുലം എന്ന് പറയുന്ന ഒരു പാത്രം, ആചമിക്കാനായിട്ടുള്ള ജലം സംഭരിക്കാനുള്ള ഒരു തൂക്കുപാത്രവും, പിന്നെ തപസ്സനുഷ്ഠിക്കുമ്പോൾ ഈ കൈ വെക്കാനും വേണ്ടി ഊന്നി വെക്കാൻ വേണ്ടിയുള്ള ഒരു വടി, അത് യോഗദണ്ഡ്, ഇത് രണ്ടുമാണ് അവർക്ക് സ്ഥാവരജന്ത വസ്തുത. അവർക്ക് വേണമായിരുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. എന്താണെന്നറിയാമോ? ശിവനെ ഭജിക്കുക, ശിവഭക്തി. കാരണം ശിവഭക്തിയിലൂടെ നേടാൻ കഴിയാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. സകല മോക്ഷവും ഐശ്വര്യവും ധനവും കനകവും വസ്ത്രവും വാഹനവും ഗൃഹവും ഭൃത്യരും എന്ന് വേണ്ട സകല ജീവസന്ധാരണ, അത് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളും ശിവഭജനത്തിലൂടെ ലഭിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ആ മഹാ ചൈതന്യ മൂർത്തികളായിരുന്നു ഋഷീശ്വരന്മാർ. ശിവനെ ഭജിക്കാത്ത ഋഷീശ്വരന്മാർ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ രചിച്ചതാണ് അന്ന് സത്യയുഗത്തിൽ മറ്റൊരു മൂർത്തി സങ്കല്പവും ഉണ്ടാകാതിരുന്ന കാലഘട്ടത്തിൽ ഇടിമിന്നലിനെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും കാറ്റിനെയും തീയെയും വായുവിനെയും ഒക്കെ ഈശ്വരനായി കണ്ട് ആരാധിച്ചിരുന്ന ക്ഷേത്രങ്ങളും പൂജകളും മൂർത്തികളും വിളക്കുവയ്പോ ഒന്നും ഉണ്ടാകാതിരുന്ന അവസരത്തിൽ അവർ ഏക ഈശ്വരനെ കണ്ടു. അതാണ് രുദ്രശിവൻ. ആ ശിവൻ ആരാണെന്ന് അവർ പറയുന്നു, കേട്ടോളൂ. ആപാതാള നപസ്ഥലാന്ത ഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുര ജ്യോതിസ്പാടി. അർത്ഥം വിശദീകരിക്കുന്നുണ്ട് ഇതിൻ്റെ.
ഓരോ വരികളുടെയും വാക്കിന്റെയും അർത്ഥം പിന്നാലെ പച്ച മലയാളത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ആപാതാള നഭസ്ഥലാന്ത ഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുരത് ജ്യോതിസ്ഫാടികലിംഗമൗലി വിലസത്പൂർണേന്ദുവാന്താമൃതൈഃ അസ്തോകാപ്ലുതമേകമീശമനിശം രുദ്രാനുവാകൻ ജപൻ ധ്യായേദീപ്സിതസിദ്ധയേ ദ്രുതപദം വിപ്രോഭിഷിഞ്ചേച്ഛിവം. പീഠം യസ്യ ധരിത്രിജലധരകലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവന്യർക്കനേത്രം കുക്ഷിസപ്തസമുദ്രം ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്രം ഷഡംഗം ദശദിശിവസനം ദിവ്യലിംഗം നമാമി. ബ്രഹ്മാണ്ഡവ്യാപ്തദേഹാപസിത ഹിമരുജാ ഭാസമാനാ ഭുജംഗൈഃ കണ്ഠേ കാലാകപർദാ കലിത ശശികലാ ചണ്ഡകോദണ്ഡഹസ്ത ത്രക്ഷാരുദ്രാക്ഷമാലാ പ്രകടിത വിഭവ ചാംഭവോ മൂർത്തിഭേദ രുദ്രാ ശ്രീരുദ്രസൂക്ത പ്രകടിത വിഭവ ന പ്രയച്ഛന്തു സൗഖ്യം. ഓം രുദ്രായ ശങ്കരായ ശംഭുവേ പരബ്രഹ്മസ്വരൂപായ നമോ നമ. ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം എന്തെന്നാൽ, ഇത് തുടങ്ങുന്നത് ആപാതാള നഭസ്ഥലാന്ത ഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുരത്. ഭൂമി, സ്വർഗം, പാതാളം എന്നിവിടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവനും രുദ്രന്റെ പാദം പാതാളത്തിലും ഉടല് ഭൂമിയിലും ശിരസ് അഥവാ തല ആകാശത്തിലുമായി നിൽക്കുന്നു എന്നാണ് ആപാതാള നഭസ്ഥലാന്ത ഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുരത്. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡത്തിൻ്റെയും നടുക്കൊരു നാരായ വേരായി, അഹി എന്നാൽ സർപ്പമെന്നർത്ഥം, ഒരു മഹാസർപ്പരൂപത്തിൽ ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡത്തിൻ്റെയും നാരായ വേരായി പാദം പാതാളത്തിലും ഉടല് ഭൂമിയിലും ശിരസ് സ്വർഗത്തിലുമായി ആകാശദിക്കിലുമായി വ്യാപിച്ചിരിക്കുന്നവനും ജ്യോതിർഗോളങ്ങൾ അടങ്ങിയ സൗരയൂഥം ശിരസ്സിന് മുകളിൽ അലങ്കാരമായിട്ടുള്ളവനും. ജ്യോതിർഗോളങ്ങൾ എന്ന് പറയുമ്പോൾ സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ നവഗ്രഹങ്ങൾ, ഇതെല്ലാമാണ് രുദ്രശിവന്റെ ശിരസ്സിന് മുകളിൽ രുദ്രന് അലങ്കാരമായിട്ടുള്ളതെന്നും പൂർണ്ണചന്ദ്രനെ ധരിച്ചിരിക്കുന്നവൻ ആപാതാള നഭസ്ഥലാന്ത ഭുവന ബ്രഹ്മാണ്ഡം ആവിസ്ഫുരത് ജ്യോതിസ്ഫാടിക ലിംഗമൗലി വിലസത് പൂർണേന്ദുവാന്താമൃതൈഃ. പൂർണേന്ദു എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനെ ധരിച്ചിരിക്കുന്നവനും പൂർണേന്ദുവാന്താമൃതൈഃ അസ്തോകാപ്ലുതമേകമീശമനിശം രുദ്രാനുവാകൻ ജപൻ. സ്ഥിരത ഉള്ളവനും മരണമില്ലാത്തവനും അസ്തോകാപ്ലുതം ഏക ഈശ്വരനും. അതിൻ്റെ അണ്ടർലൈൻ ചെയ്ത് അർത്ഥം മനസ്സിലാക്കേണ്ടതാണ്. വേദമാണിത്, ഒരു വ്യക്തി എഴുതിയല്ല, കള്ളം പറയില്ല വേദം. വേദത്തിൽ പറയുന്നു ഏകമീശമനിശം, രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാത്തവനും. കാരണമുണ്ട്, സദാശിവൻ എന്നൊരു നാമം ശിവനുണ്ട്. കാരണം രാത്രിയുടെ ചൈതന്യമായ ചന്ദ്രക്കലയും പകലിൻ്റെ ചൈതന്യമായ സൂര്യനും ശിവന്റെ രണ്ട് കണ്ണുകളാണ്. ആയതിന് അനിശം എന്ന് പറഞ്ഞാൽ നിശ, രാത്രി. അനിശം രാത്രിയും പകലും ഇല്ലാത്തവനും സദാ സ്വയം പ്രോജ്വലിച്ചു കൊണ്ടിരിക്കുന്നവനും. അസ്തോകാപ്ലുതമേകമീശമനിശം രുദ്രാനുവാകൻ ജപൻ. അപ്രകാരമുള്ള രുദ്രനെ, ദുഃഖങ്ങളുടെ അടിവേരിനെ ദ്രവിപ്പിച്ച് ഭക്തജനങ്ങൾക്ക് ഇനി ഒരിക്കലും ആ ദുഃഖം വരാതെ നമ്മെ രക്ഷിക്കുന്നതാണ്. രുദ്രനെ ജപിക്കേണ്ടതാകുന്നു, ധ്യാനിക്കേണ്ടതാകുന്നു. രുദ്രാനുവാകൻ ജപൻ അസ്തോകാപ്ലുതമേകമീശമനിശം രുദ്രാനുവാകൻ ജപൻ. അപ്പോൾ ആ രുദ്രൻ എവിടെയാണ് ഇരിക്കുന്നത്? പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തിം. ഈ ഭൂമിയാകുന്ന പീഠത്തിൽ ഇരുത്തി, ഈ ഭൂമിയാകുന്ന ജലകലശത്തിൽ ജലം നിറച്ച്
അഭിഷേകം നടച്ചെയ്യുന്നു മഹാദേവനെ. ഭൂമിയാകുന്ന പീഠത്തിൽ ഇരുത്തിയിട്ട് ഭൂമിയാകുന്ന ജലകലശത്താൽ മഹാദേവനെ, രുദ്രനെ അഭിഷേകം ചെയ്യുന്നു. പീഠം യസ്യ ധരിത്രി ജലധരകലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവന്യർക്കനേത്രം. നക്ഷത്രമാണ്, ആകാശത്തിൽ കാണുന്ന നക്ഷത്രങ്ങൾ രുദ്രശിവന്റെ പുഷ്പമാല്യങ്ങളാകുന്നു. ഗ്രഹഗണ കുസുമം, നവഗ്രഹങ്ങൾ ഉണ്ടല്ലോ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള, വ്യാഴം, ബുധൻ, ശുക്രൻ തുടങ്ങിയിട്ടുള്ള, ശനി തുടങ്ങിയിട്ടുള്ള നവഗ്രഹങ്ങളും മഹാദേവന്റെ ശിരസിനെ അലങ്കരിക്കുന്ന പുഷ്പങ്ങളാകുന്നു. ഈപ്സിത സിദ്ധയേ ദ്രുതപദം, മനുഷ്യരുടെ ആഗ്രഹങ്ങളെ വേഗത്തിൽ സാധിച്ചു കൊടുക്കുന്നു എന്ന് വേദം പറയുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചിരിക്കുന്നത് ശിവൻ എളുപ്പം പ്രസാദിക്കുകയില്ല, ശിവനെ ധ്യാനിക്കുകയാണെങ്കിൽ മൂക്കിട്ട് ശിവൻ ഭിക്ഷ എഴുതിക്കും, പതുക്കെ പ്രസാദിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ശിവന്റെ ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നതെങ്കിൽ വേദം പറയുന്നു ഈപ്സിതം, ആഗ്രഹങ്ങൾ, കാറ് വേണം, പണം വേണം, വീട് വേണം, കുട്ടികൾക്ക് ജോലി വേണം, ഇങ്ങനെയുള്ള നമ്മുടെ ഈപ്സിതം ആഗ്രഹങ്ങൾ സ്വാഭാവികമായ ആഗ്രഹങ്ങളാണ്. അതിനെയെല്ലാം ദ്രുതപദം, അതിവേഗം സാധിതമാക്കി തരുന്നവനും ധ്യാനിക്കുന്നു. ഈപ്സിത സിദ്ധയേ ദ്രുതപദം വിപ്രോ അഭിഷിഞ്ചേ ശിവം. അപ്പോൾ അപ്രകാരമുള്ള ശിവനെ അഭിഷേകം ചെയ്യേണ്ടതാകുന്നു. എന്തിൽ ഇരുത്തി? ഈ ഭൂമിയാകുന്ന പീഠത്തിലിരുത്തി, ഈ ഭൂമിയാകുന്ന കലശത്തിൽ ജലം നിറച്ച് ശിവലിംഗ സ്വരൂപനായ രുദ്രനെ അഭിഷേകം ചെയ്യേണ്ടതാകുന്നു. പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തി നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവന്യർക്കനേത്രം. ചന്ദ്രനും സൂര്യനും അഗ്നിയും കണ്ണുകളായിട്ടുള്ള ശിവനെ അഭിഷേകം ചെയ്യേണ്ടതാകുന്നു. ഇനി കുക്ഷി സപ്തസമുദ്രം, ശിവന്റെ കുക്ഷി, ഉദരം, വയറ്, അതാണ് കുക്ഷി, ശിവന്റെ ഉദരമാണ്. സപ്തസമുദ്രം, 7 സമുദ്രങ്ങൾ എന്ന് പറയുന്നത് ശിവന്റെ ഉദരങ്ങളാകുന്നു. ഏതൊക്കെയാണ് ആ ഉദരങ്ങൾ? സപ്തസമുദ്രം: ലവണസമുദ്രം, ഇക്ഷുസമുദ്രം, സുരസമുദ്രം, സർപ്പിസമുദ്രം, ധതിസമുദ്രം, ശുദ്ധോദകം, ക്ഷീരസമുദ്രം എന്നിവയൊക്കെ നമ്മുടെ പുരാണങ്ങളിലുള്ള 7 കടലുകളാണ്. അതിൽ ഒന്നിൽ ലവണസമുദ്രം എന്ന് പറഞ്ഞാൽ ഉപ്പ്, മറ്റൊന്ന് ഇക്ഷു, കരിമ്പിൻ നീര് കൊണ്ടുള്ള സമുദ്രം, സുര, മദ്യം നിറച്ച സമുദ്രമുണ്ട്, പിന്നെ സർപ്പി എന്നാൽ നെയ് സമുദ്രം, പിന്നെ ധതി സമുദ്രം, തൈര്, പിന്നെ ശുദ്ധോദകം, അതായത് ശുദ്ധ തീർത്ഥത്തിൽ ഉള്ള സമുദ്രം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ക്ഷീരസമുദ്രം, പാൽക്കടലും ഉണ്ടായിരുന്നു. ഈ 7 സമുദ്രങ്ങളാണ് പിന്നീട് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ 7 കടലുകളായിട്ട് ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, വടക്കേ അറ്റ്ലാന്റിക് സമുദ്രം, തെക്കേ അറ്റ്ലാന്റിക് സമുദ്രം, വടക്കേ പസഫിക് സമുദ്രം, തെക്കേ പസഫിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം എന്നിങ്ങനെയൊക്കെ മാറിയത് ഈ 7 കടലുകളാണ്. ഇരിക്കട്ടെ, അപ്പോൾ കുക്ഷി സപ്തസമുദ്രം, ഈ 7 കടലുകൾ ശിവന്റെ ഉദരം, വയറ് ആകുന്നു. ഭുജഗിരി ശിഖരം, അപ്പൊ തോള് എന്ന് പറയുന്നത് ശിവന്റെ തോള്, എന്താണ് ഭുജം എന്നത് ഗിരിശിഖരങ്ങളാകുന്നു. നാം ഈ ലോകത്ത് കാണുന്ന സകല പർവ്വതങ്ങളും ശിവന്റെ ഭുജങ്ങളാകുന്നു, ശരീര ഭാഗങ്ങൾ ആകുന്നു. സപ്തപാതാളപാദം, ശിവന്റെ പാദങ്ങൾ 7 പാതാളങ്ങളിലും ആണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ 7 പാതാളമുണ്ടല്ലേ, മുകളിൽ 7 ലോകങ്ങളുമുണ്ട്. അപ്പോൾ താഴെയുള്ള 7 പാതാളങ്ങളാണ് അതലം, സുതലം, മഹാതലം, സതലം, മഹാതലം, തലാതലം, രസാതലം, പാതാളം എന്നിവയൊക്കെയാണ് താഴെയുള്ള 7 ലോകങ്ങൾ. ഈ താഴെയുള്ള 7 ലോകങ്ങളിലും കാൽ ചവിട്ടി നിൽക്കുന്നു മഹാദേവൻ എന്നാണ് സപ്തപാതാള പാദം. പാദം കാല്, സപ്തം 7. അപ്പോൾ കുക്ഷി സപ്തസമുദ്രം, ഭുജഗിരി ശിഖരം, സപ്തപാതാള പാദം.
അപ്പോൾ 7 സമുദ്രങ്ങളും ഉദരമായിട്ടുള്ളവനും ഈ ഗിരിശിഖരങ്ങൾ, മഹാമേരുക്കൾ, പർവ്വതങ്ങളെല്ലാം ശിവന്റെ പിന്നെ മുതുകും അതുപോലെ ശരീരഭാഗങ്ങളുമാകുന്നു. സപ്തപാതാളം. വേദം വക്രം, ശിവന്റെ മുഖമെന്ന് പറയുന്നത് വേദങ്ങളാകുന്നു. വക്രം എന്നാൽ മുഖമെന്നർത്ഥം. വക്രം എന്താണ്? മുഖമെന്താണ്? വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ ഇത് വേദത്തിൽ ഋഷീശ്വരന്മാർ ആരാണ് ശിവൻ എന്ന് വിവരിക്കുകയാണ്. അപ്പോൾ വേദം വക്രം ഷഡംഗം ദശദിശി വസനം. ദശദിശി വസ്ത്രം എന്താണ്? അപ്പോൾ ഇങ്ങനെ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന 7 സമുദ്രങ്ങൾ ഉദരങ്ങളായുള്ളവനും 4 വേദങ്ങളാകുന്ന മുഖത്തോടു കൂടിയവനും വലിയ പർവ്വതങ്ങൾ, ഈ ലോകത്തുള്ള പർവ്വതങ്ങളാകുന്ന ഈ ശരീരഭാഗത്തോട് കൂടിയവനും 5 മുഖങ്ങൾ ഉള്ളവനും പഞ്ചവക്രങ്ങളുള്ളവനും 3 കണ്ണുകളായി സൂര്യനും ചന്ദ്രനും അഗ്നിയും ഉള്ളവനും ഭൂമിയാകുന്ന പീഠത്തിലിരുത്തി ഭൂമിയാകുന്ന കലശത്തിൽ ജലം നിറച്ച് നമ്മൾ അഭിഷേകം നടത്തുന്നവനും പാദം പാതാളത്തിലും ഉടല് ഭൂമിയിലും ആകാശത്ത് ശിരസ്സുമായി നിൽക്കുന്നവനും വേദം വക്രം ഷഡംഗം ദശദിശി വസനം. ദശദിശ് 10 ദിക്കുകൾ, ദശം 10 ദിക്കുകളെയാണ് ഉണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. 10 ദിക്കുകൾ. കിഴക്ക്, കിഴക്ക് തെക്ക്, തെക്ക് തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക്, വടക്ക് വടക്ക് കിഴക്ക്, ആകാശ ദിക്ക്, പാതാള ദിക്ക്, ഇങ്ങനെയാണ് 10 ദിക്കുകളാണ്. ഇത്രയും ഈ അഖിലാണ്ട കൂടി ബ്രഹ്മാണ്ടത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ശിവന് ഒരു വസ്ത്രം ധരിക്കുവാനായിട്ടുള്ള ഒരു ശില്പിയും ഒരു തയ്യക്കാരനും ഈ ലോകത്തിൽ. അതുകൊണ്ടാണ് ദിഗംബരൻ എന്ന് മഹാദേവനെ വിളിക്കുന്നത്. വസ്ത്രമില്ലാത്തവൻ. വസ്ത്രമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ തുണി കൊടുക്കാത്തവൻ എന്നുള്ളത് അല്പജ്ഞാനികൾ, അറിവില്ലാത്തവരും പറയും. പക്ഷേ ഈ 10 ദിക്കുകളാണ് രുദ്രശിവന്റെ വസ്ത്രം. 7 സമുദ്രങ്ങളാണ് രുദ്രശിവന്റെ വയറ്. 4 വേദങ്ങളാകുന്ന ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇവയാണ് രുദ്രശിവന്റെ മുഖങ്ങൾ. ഈ ലോകത്തുള്ള സകല പർവ്വതങ്ങളുമാണ് രുദ്രശിവന്റെ ശരീരഭാഗങ്ങൾ. അപ്പോൾ അപ്രകാരമുള്ള 10 ദിക്കുകളെ വസ്ത്രമായി ധരിച്ചിരിക്കുന്നവനും 4 വേദങ്ങളെ മുഖമുള്ളവനുമായ ആ ശിവലിംഗ സ്വരൂപനായ ശിവനെ ജപിക്കേണ്ടതാകുന്നു, നമിക്കേണ്ടതാകുന്നു എന്നാണ് ദിവ്യലിംഗം നമാമി. അപ്പോൾ ഇതുവരെ പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? ആപാതാള നപസ്ഥലാന്ത ഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുരത് ജ്യോതിസ്ഫാടികലിംഗമൗലി വിലസത്പൂർണേന്ദുവാന്താമൃതൈഹി അസ്തോകാപ്ലുതമേകമീശ മനുഷ്യം രുദ്രാനുവാകൻ ജപൻ ധ്യായേ ദീപ്സിതസിദ്ധയേ ദ്രുതപദം വിപ്രോഭിഷിഞ്ചേച്ഛിവം പീഠം യസ്യ ധരിത്രി ജലധരകലശം ലിംഗമാകാശമൂർത്തി നക്ഷത്രം പുഷ്പമാല്യം. നക്ഷത്രങ്ങളാണ് തലയിലെ പുഷ്പഹാരം, പുഷ്പമാല്യം, മാല. നക്ഷത്രം, പുഷ്പമാല്യം, ഭുജഗിരിശിഖരം, സപ്തപാതാളപാദം, വേദം വക്രം ഷഡംഗം ദശദിശിവസനം ദിവ്യലിംഗം നമാമി. ബ്രഹ്മാണ്ഡവ്യാപ്തദേഹ, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡത്തിലും വ്യാപിച്ച ശരീരത്തോടു കൂടിയവനും ഭസിത ഹിമരുജ, ഹിമത്തുള്ളികളായ കൈലാസത്തിലെ ഹിമപാദം അറിയാം. അപ്പോൾ ഹിമ തുള്ളികൾ കൊണ്ട് തിളങ്ങുന്നവനും ഹിമരുജ ഭാസമാന ഭുജംഗൈഹി, ഭുജംഗം എന്ന വാസുകി എന്ന നാഗത്താൽ പ്രശോഭിക്കുന്നവനും ഭസിതമായവനും ഭാസമാന ഭുജംഗൈഹി. കണ്ഠേ കാല, കഴുത്തിൽ കാളകൂടത്തിന്റെ നീല നിറമുള്ളവനും. പാലാഴി കടഞ്ഞപ്പോൾ വാസുകി എന്ന നാഗം ഛർദിച്ച ആ ഘോരവിഷം ഭൂമിയിൽ വീഴാതെ കുടിച്ചപ്പോൾ പാർവതീദേവി കണ്ഠത്തിൽ തടഞ്ഞങ്ങനെ നീലകണ്ഠനായി ആ കണ്ഠത്തിൽ ശോഭിക്കുന്ന കണ്ഠേ കാല, അതിൻ്റെ അടയാളം, അതിൻ്റെ ചിഹ്നം ഉള്ളവനും കണ്ഠേ കാല. കബർദ, കബർദമെന്നാൽ ആ ശിരസിലെ ജടാമകുടത്തിൻ്റെ പേരാണ് കബർദം. ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. കം എന്നാൽ ജലമെന്നർത്ഥം. അതെപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സകല കുലപർവ്വതത്തിൻ്റെയും പ്രതീകമാണ് ശിവന്റെ കബർദം എന്ന ജടാമകുടം. അപ്പോൾ കണ്ഠേ കാല കബർദ കലിത ശശികല, ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രക്കലയോട് കൂടിയവനും ചണ്ഡ കോദണ്ഡഹസ്ത,
ധർമ്മത്തിൻ്റെ അതിർവരമ്പുകളെ ലംഘിക്കുന്ന അസുരന്മാരെയും ദുഷ്ടന്മാരെയും ശാസിക്കാനുള്ള ഒരു ദണ്ഡ്, അത് ചിലപ്പോൾ അത് വില്ലായി മാറും, അജഗവം എന്ന വില്ലായി മാറും. ചിലപ്പോൾ അത് ആ കയ്യിലിരിക്കുന്ന തൃശൂലമായിട്ടും രൂപാന്തരപ്പെടും. അപ്രകാരമുള്ള ഒരു ആയുധം ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയും നമ്മളെപ്പോലുള്ള ഇഷ്ടഭക്തജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ചണ്ഡ കോദണ്ഡ ഹസ്ത. കോദണ്ഡം എന്നാൽ വലിയൊരു ദണ്ഡ്, ആയുധം, ഹസ്തം കയ്യിൽ വെച്ചിരിക്കുന്നവനും. ശശികല ചന്ദ്രക്കല ശോഭിക്കുന്നവനും. ചണ്ടൻ, ചിലപ്പോൾ ചണ്ടത്വം ഉണ്ടാകും. ദുഷ്ടന്മാരുടെ എപ്പോഴും സുന്ദരമായ പുഞ്ചിരിക്കുന്ന മുഖമാണെങ്കിലും ആസുരശക്തികൾക്ക് മുമ്പിൽ ചണ്ടൻ എന്ന് പറഞ്ഞാൽ ദേഷ്യമുള്ളവൻ, കോപമുള്ളവൻ, അഘോരൻ എന്ന് അർത്ഥം. അപ്പോൾ ആയുധങ്ങൾ കയ്യിൽ വെച്ചിരിക്കും. ആ ആയുധമെടുത്ത് ദുഷ്ടശക്തികളോട് അടരാടുന്നവനാണെന്നാണ്. ചണ്ഡ കോദണ്ഡഹസ്താത്രക്ഷ, 3 കണ്ണുകൾ ഉള്ളവനെ, ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്ന 3 കണ്ണുകളുള്ള ത്രക്ഷ. രുദ്രാക്ഷമാല കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നവനെ. രുദ്രാക്ഷമാലയില്ലാത്ത ശിവനെ കാണാൻ സാധിക്കുകയില്ല. ഭസ്മം ലേപനം ചെയ്തിട്ടില്ലാത്ത ശിവനെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ രുദ്രാക്ഷമാലയുണ്ട്. അസുര നിഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു ആയുധം കയ്യിൽ വെച്ചിട്ടുണ്ട്. മഞ്ഞുതുള്ളിയാൽ ശോഭിക്കുന്നവനാണ്. 7 ഉദരം വയറാകുന്ന സമുദ്രങ്ങളോട് കൂടിയവനാണ്. 10 ദിക്കുകൾ 10 ദിക്കുകളാകുന്ന വസ്ത്രത്തെ ധരിച്ചിരിക്കുന്നവനാണ്. ഈപ്സിതങ്ങളെ, ആഗ്രഹങ്ങളെ, ഭക്തി ഈപ്സിത സിദ്ധയെ, ദുരിതപദം, ആഗ്രഹങ്ങളെ എളുപ്പത്തിൽ സാധിച്ചു കൊടുക്കുന്നവനാണ്. 4 വേദങ്ങൾ മുഖമായിട്ടുള്ളവനാണ്. 6 ശാസ്ത്രങ്ങളായ ശിക്ഷാകൽപ്പം, വ്യാകരണം എന്നിവ ശരീരഭാഗങ്ങളായിട്ടുള്ളവനാണ്. വേദം, വക്രം, ഷഡംഗം. ഷഡ് 6 അംഗം. ശരീരഭാഗങ്ങൾ എന്തൊക്കെയാണ്? ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. വേദങ്ങൾ എളുപ്പം മനസ്സിലാകുകയില്ല. അപ്പോൾ അതിനെ വിവരിക്കുന്നതാണ്. വേദങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഋഷീശ്വരന്മാർ രചിച്ചിട്ടുള്ളതാണ് 6 ശാസ്ത്രങ്ങൾ. അതിനെയാണ് ഇവിടെ ഷഡംഗം എന്ന് പറയുന്നത്. അപ്പോൾ രുദ്രശിവന്റെ ഈ പ്രപഞ്ച ഈശ്വരന്റെ 6 ശരീരഭാഗങ്ങളാണ് വേദം, വക്രം, ഷഡംഗം. ശിക്ഷാകൽപ്പ. ഷഡ് 6 അംഗം, ശരീരഭാഗങ്ങൾ. വേദം, വക്രം, ഷഡംഗം, ദശതി ശിവസനം, ദിവ്യലിംഗം നമാമി. ബ്രഹ്മാണ്ഡ വ്യാപ്തദേഹ ഭസിത ഹിമരുജാപാസമാന ഭുജംഗൈഹി. ഭസിതമായ പഞ്ഞുതുള്ളികളാൽ ശോഭിക്കപ്പെടുന്നവനും കഴുത്തിൽ വാസുകി എന്ന ഭുജംഗം, ഭുജം കൊണ്ട് ഗമിക്കുന്നത്. ആ വാസുകിയെയാണ് ഇവിടെ ഭുജംഗം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദ്രക്ഷ 3 കണ്ണുകൾ ഉള്ളവനെ, രുദ്രാക്ഷമാല ധരിച്ചിരിക്കുന്നവനെ, പ്രകടിത വിഭവ. ഈ പ്രപഞ്ചത്തിൽ പ്രകടിതമായ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഭൂമി, അഗ്നി, വെള്ളം, ജലം, ആകാശം. ഇത് 5നെയും നമുക്ക് നേരിട്ട് കാണാം, പ്രകടമായി കാണാം, നമ്മുടെ ദൃഷ്ടി കൊണ്ട് കാണാം. ഭൂമി എന്ന് പറയുന്നത് പശ്ചാത്തലത്തിൽ കാണുന്ന കൈലാസം, ഭൂമി. ജലം എന്ന് പറയുന്നത് ആ ശിരസിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗ. അഗ്നി എന്ന് പറയുന്നത് ആ 3-ാം കണ്ണിൽ കാണുന്ന തീയ്. പിന്നെ വായു എന്ന് പറയുന്നത് ആ ശിരസിൽ ചുറ്റിയിരിക്കുന്ന ആ ജഡയെയാണ് വായുവിൻ്റെ തത്വമായി കണക്കാക്കുന്നത്. അപ്പോൾ പിന്നെ ആകാശം എന്ന് പറയുന്നത് ശിവന് ചുറ്റുമുള്ള ആ അറ്റ്മോസ്ഫിയർ, ഇതാണ്. അപ്പോൾ ഇതിനെ 5 തന്മാത്രകൾ എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. ഇതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇത് 5 വേണം. മണ്ണ് വേണം. അന്നം കിട്ടുന്നത് മണ്ണിൽ നിന്നാണ്. ശ്വസിക്കാൻ നമുക്ക് വായു വേണം. നമുക്ക് കുടിക്കാൻ വെള്ളം വേണം. നമുക്ക് ശരീരത്തിൻ്റെ 96.6 ഡിഗ്രി ഫാരൻഹീറ്റ്, അതാണ് ചൂട്, അതാണ് അഗ്നി, അതാണ് ശിവന്റെ തിരുനെറ്റിയിൽ കാണുന്ന അഗ്നിനേത്രം. അങ്ങനെ ഭൂമിതത്വം, ജലതത്വം, അഗ്നിതത്വം, വായുതത്വം, ആകാശതത്വം എന്നിവയാണ് പ്രകടിത വിഭവങ്ങൾ ആയിട്ട് അത് ശിവന്റെ രൂപത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുമെന്നാണ്. പ്രകടിത വിഭവ ശാംഭവോ മൂർത്തിഭേദ. ശം തരുന്നവനെ, നന്മ തരുന്നവനെ, അതാണ് ശംഭു എന്ന് വിളിക്കുന്നത്. ശാംഭവ
ശംഭവോ എന്ന് പറഞ്ഞാൽ, ശംഭുവേ എന്ന് പറഞ്ഞാൽ ഈ ജീവിത സുഖങ്ങൾ എളുപ്പത്തിൽ തരുന്നവനെ, മൂർത്തിഭേദ എന്ന് പറഞ്ഞാൽ അർത്ഥനാരീശ്വരനായിട്ടും അഘോരമൂർത്തിയായിട്ടും ദക്ഷിണാമൂർത്തിയായിട്ടും പിന്നെ ശിവലിംഗ സ്വരൂപനായിട്ടും പ്രപഞ്ച സംഹാരകനായ നടരാജമൂർത്തിയായിട്ട് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കള്ളം പറഞ്ഞ ബ്രഹ്മാവിൻ്റെ ശിരസിനെ നുള്ളിയെടുത്ത ശിരസിനെ ഛേദിച്ചവനായിട്ടും ഇങ്ങനെ പിന്നെ അറിവുകൾ തരുന്ന, അതുപോലെ കാളകൂട വിഷം ഭക്ഷിച്ച് അങ്ങനെ വിവിധ മൂർത്തിഭേദ എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ ഒരാൾ തന്നെയാണ്, ഒരൊറ്റ ചൈതന്യം തന്നെയാണ്, ശിവൻ തന്നെയാണ്. പക്ഷെ വിവിധങ്ങളായ ഭേദങ്ങളോടുകൂടിയ വിവിധങ്ങളായ മൂർത്തി രൂപത്തോടു കൂടിയവനെ മൂർത്തിഭേദ രുദ്രാ ശ്രീരുദ്രസൂക്ത പ്രകടിത വിഭവ ന പ്രയച്ഛന്തു സൗഖ്യം. ഇപ്രകാരമുള്ള രുദ്രദേവ ശ്രീരുദ്രസൂക്ത പ്രകടിത വിഭവ ന പ്രയച്ഛന്തു സൗഖ്യം. അവിടുന്ന് എന്തെന്തെല്ലാം സുഖങ്ങൾ ഞങ്ങൾക്ക് തരികയില്ല. ധനവും കനകവും വസ്ത്രവും വാഹനവും ഗൃഹവും ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന അവിടുന്ന് മറ്റു മക്കളെയും പാർവതി ദേവിയെയും കൊണ്ട് ലോകമാകുന്ന ഈ ഗൃഹത്തിൻ്റെ നാഥനായിരിക്കുന്ന മഹേശ്വര, അങ്ങ് ഞങ്ങൾക്ക് എന്തെന്ത് അനുഗ്രഹങ്ങൾ തരിക. ന പ്രയച്ഛന്തു സൗഖ്യം എന്ന് പറഞ്ഞാൽ എന്തെന്ത് അനുഗ്രഹങ്ങൾ തരികയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ അനുഗ്രഹങ്ങളും നൽകും എന്നാണ്. പ്രകടത വിഭവ ശാംഭവോ മൂർത്തിഭേദ രുദ്രാ ശ്രീരുദ്രസൂക്ത പ്രകടിത വിഭവ ന പ്രയച്ഛന്തു സൗഖ്യം. സൗഖ്യം സുഖം, എല്ലാ സുഖങ്ങളും തരുമെന്ന്. ഇതാണ് ശിവൻ. ഈ ശിവനെയാണ് നമ്മൾ ഒരു മനുഷ്യരൂപത്തിൽ വരച്ചു വെച്ച് വിളക്ക് വയ്ക്കുകയും കണ്ടിട്ടില്ലേ. മീശയുള്ള ശിവനുണ്ട്, നിൽക്കുന്ന ശിവനുണ്ട്, ഇരിക്കുന്ന ശിവനുണ്ട്. അത് ഗുണങ്ങളോട് കൂടുമ്പോൾ മനുഷ്യരൂപത്തിൽ നമ്മൾ വരച്ചു വയ്ക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഋഷീശ്വരന്മാർ അവരുടെ മനോമുഖരത്തിൽ കണ്ട ശിവൻ ഇതാണ്. ഇത് ഒരു ചൈതന്യമാണ്. ഇപ്പോൾ കറണ്ടിന് നമുക്ക് വരച്ചു വയ്ക്കാൻ സാധിക്കുമോ? ഇല്ല. കാറ്റിനെ നമുക്ക് പടം വരച്ചു വയ്ക്കാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ ശിവനെന്ന് പറയുന്ന ഈ മഹാചൈതന്യത്തിനെ നമുക്ക് പടം വരയ്ക്കാൻ സാധ്യമല്ല. നമുക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചിത്രം, പുരുഷ രൂപത്തിൽ ഒരു ചിത്രം, എത്രയെങ്കിലും വിധത്തിലുള്ള ശിവന്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ് ശിവൻ. ആപാതാള നപസ്ഥലാന്ത ഭുവന ബ്രഹ്മാണ്ഡമാ വിസ്ഫുരജ്യോതിസ്ഫാടികലിംഗമൗലി വിലസത്പൂർണേന്ദുവാന്താമൃതൈകി അസ്തോകാപ്ലുതമേകമീശമനിശം രുദ്രാനു. അതിൽ ആ ഏകമീശമനിശം എന്നൊക്കെ പറയുന്നതിൽ ഭയങ്കര അർത്ഥവ്യാപ്തിയാണ്. ഒരൊറ്റ ഈശ്വരനെ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമുക്കിവിടെ ആളുകൾ 30 മുക്കോടി എന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നു. വേദം പറയുന്നു ഏക ഈശ്വരൻ, ഒരേ ഒരു ഈശ്വരൻ എന്ന് വേദം പറയുന്നു. ആപാതാള നപസ്ഥലാന്ത ഭുവന ബ്രഹ്മാണ്ഡമാ വിസ്ഫുരജ്യോതിസ്ഫാടികലിംഗമൗലി വിലസത്പൂർണേന്ദുവാന്താമൃതൈഹി അസ്തോകാപ്ലുതമേകമീശമനിശം രുദ്രാനുവാകൻ ജപൻ ധ്യായേദീപ്സിത സിദ്ധയേ ദുരിതപദം. ആഗ്രഹങ്ങളെ എളുപ്പം നടത്തിത്തരുന്നവനെ ധ്യാനിക്കുക. ധ്യായേദീപ്സിത സിദ്ധയേ ദുരിതപദം വിപ്രോഭിഷിഞ്ചേച്ഛിപം പീഠം യസ്യ ധരിത്രിജലതരകലശം ലിംഗമാകാശമൂർത്തിയും. ഭൂമിയാകുന്ന പീഠത്തിലിരുത്തി ഭൂമിയാകുന്ന കലശത്തിൽ ജലം നിറച്ച് അഭിഷേകം ചെയ്യപ്പെടുന്നവനും പീഠം യസ്യ ധരിത്രിജലതരകലശം ലിംഗമാകാശമൂർത്തി. നക്ഷത്രം, പുഷ്പമാല്യം, ഗ്രഹഗണകുസുമം. പൂക്കൾ ഗ്രഹങ്ങളാകുന്നു, നവഗ്രഹങ്ങളാകുന്ന പൂക്കൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നവനും. ഗ്രഹഗണകുസുമം ചന്ദ്രവന്യർക്കനേത്രം. സൂര്യനും ചന്ദ്രനും അഗ്നിയും 3 കണ്ണുകളായുള്ളവനും. ചന്ദ്രവന്യർക്കനേത്രം കുക്ഷിത് സപ്തസമുദ്രം. വയറ് 7 സമുദ്രങ്ങളായുള്ള കുക്ഷിത് സപ്തസമുദ്രം. ഭുജഗിരിശിഖരം സപ്തപാതാളപാദം. 7 പാതാളത്തിലും പാദം, കാൽ ചവിട്ടി നിൽക്കുന്നവനും സപ്തപാതാളപാദം. വേദം വക്രം ഷഡംഗം ദശതി ശിവസനം ദിവ്യലിംഗം നമാമി. 4 വേദങ്ങൾ മുഖമായിട്ടുള്ളവനും. വേദം വക്രം ഷഡംഗം 6 ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്ന വേദാംഗങ്ങൾ 6 ശരീരഭാഗങ്ങളായിട്ടുള്ളവനും. വേദം വക്രം ഷഡംഗം ദശതി ശിവസനം ദിവ്യലിംഗം നമാമി. 10 ദിക്കുകളെ ഉടുമുണ്ടായി ഉടുത്തിരിക്കുന്നവനും. ബ്രഹ്മാണ്ഡ വ്യാപ്തദേഹ. ബ്രഹ്മാണ്ഡത്തിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമായവനും. ബ്രഹ്മാണ്ഡ
ബ്രഹ്മാണ്ഡവ്യാപ്തദേഹാപസിത ഹിമരുജാ ഭാസമാനാ ഭുജംഗൈഹി. ഹിമത്തുള്ളിയാൽ മഞ്ഞുതുള്ളിയാൽ ശോഭിക്കുന്നവനും ഭുജംഗമായ വാസുകി കഴുത്തിൽ പ്രശോഭിക്കുന്നവനും. ഭസിതം എന്നാൽ ശോഭിക്കുന്നു എന്നർത്ഥം. പീഠം യസ്യ ദരിദ്രി ജലധര കലശം ലിംഗമാകാശമൂർത്തി നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണ കുസുമം ചന്ദ്രവന്യർക്കനേത്രം കുക്ഷിത് സപ്തസമുദ്രം ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്രം ഷഡംഗം ദശതി ശിവസനം ദിവ്യലിംഗം നമാമി. ബ്രഹ്മാണ്ഡവ്യാപ്തദേഹ ഭസിത ഹിമരുജാ ഭാസമാനാ ഭുജംഗൈഹി. കഴുത്തിൽ കിടക്കുന്ന ഭുജം കൊണ്ട് സഞ്ചരിക്കുന്നത് ഭുജംഗം വാസുകിയാൽ നാഗത്താൽ ശോഭിക്കുന്നവനും. കണ്ഠേ കാല കാളകൂടം കഴിച്ച് ആ കറുത്ത ആ കാളകൂടത്തിൻ്റെ നിറം കഴുത്തിൽ പ്രശോഭിക്കുന്നവനും. കവർദം എന്ന ജഡ ധരിച്ചിരിക്കുന്നവന്. കലിത ശശികല ചണ്ഡകോദണ്ഡഹസ്ത നിലാവ് പൊഴിക്കുന്ന ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നവനും. നീളമുള്ള ഒരു കോദണ്ഡം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ ദണ്ഡിക്കാൻ കയ്യിൽ ധരിച്ചിരിക്കുന്നവനും. ത്രക്ഷ 3 കണ്ണുകൾ ഉള്ളവനും. രുദ്രാക്ഷമാല ധരിച്ചിരിക്കുന്നവനും. പ്രകടിത വിഭവ പഞ്ചഭൂതങ്ങളാകുന്ന ആ 5 പഞ്ചതന്മാത്രകളെയും നമുക്ക് നേരിട്ട് കാണാൻ, ശരീരത്തിൽ കാണാൻ സാധിക്കുന്നവനും. ശാംഭവോ നന്മ നൽകുന്നവനും. മൂർത്തി വിവിധങ്ങളായ മൂർത്തിഭേദത്തോടു കൂടിയവനും. മൂർത്തിഭേദ രുദ്ര ഭക്തജനങ്ങളുടെ ദുഃഖത്തിൻ്റെ അടിവേരിനെ നശിപ്പിച്ച് ഇനി ഒരിക്കലും അവർക്ക് ദുഃഖമുണ്ടാകാതെ ശാശ്വതമായ ദുഃഖനിവർത്തി സുഖത്തിലേക്ക് നയിക്കുന്നവനും. ശ്രീരുദ്ര സൂക്ത പ്രകടിത വിഭവ. അപ്പോൾ രുദ്രസൂക്തങ്ങൾ കൊണ്ട് ജപിക്കപ്പെടുന്നവനുമായ ശിവൻ രുദ്രൻ നമുക്ക് എന്തെന്ത് സുഖങ്ങളെ തരികയില്ല, അതായത് എല്ലാ സുഖങ്ങളും നമുക്ക് നൽകും. ആപാതാള നഭസ്ഥലാന്ത ഭുവന ബ്രഹ്മാണ്ഡമാവിസ്ഫുര ജ്യോതിസ്ഫാടികലിംഗമൗലി വിലസത്പൂർണേന്ദുവാന്താമൃതൈകി അസ്തോകാപ്ലുതമേകമീശമനിശം രുദ്രാനുവാഗൻ ജപൻ ധ്യായേദീപ്സിത സിദ്ധയേ ദുരിതപദം വിപ്രോഭിഷിഞ്ചേത് ശിവം. പീഠം യസ്യ ദരിദ്രി ജലധര കലശം ലിംഗമാകാശമൂർത്തി നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണ കുസുമം ചന്ദ്രവന്യർക്കനേത്രം കുക്ഷി സപ്തസമുദ്രം ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്രം ഷഡംഗം ദശതി ശിവസനം ദിവ്യലിംഗം നമാമി. ബ്രഹ്മാണ്ഡവ്യാപ്തദേഹാഭസിത ഹിമരുജാ ഭാസമാനാ ഭുജംഗൈഹി. കണ്ഠേ കാല കബർദ കലിത ശശികല ചണ്ഡകോദണ്ഡഹസ്ത ത്രക്ഷാരുദ്രാക്ഷമാല പ്രകടിത വിഭവ ശാംഭവോ മൂർത്തിഭേദ രുദ്രാ ശ്രീരുദ്രസൂക്ത പ്രകടിത വിഭവ ന പ്രയച്ഛന്തു സൗഖ്യം. ഓം ത്രയംബകായ രുദ്രായ ശിവായ ശങ്കരായ ശംഭുവേ പരബ്രഹ്മസ്വരൂപായ പശുപതയേ നമോ നമഃ. ഇത് വേദം. യജുർവേദത്തിൽ ആരാണ് ശിവൻ, എന്താണ് ശിവൻ, ശിവന്റെ രൂപം എന്താണ് എന്ന് ഋഷീശ്വരന്മാർ രചിച്ചതാണ്. സാധാരണക്കാരായ മനുഷ്യർ രചിച്ചതല്ല. സർവസംഘ പരിത്യാഗികളും കുണ്ഡലിനി വിദ്യയിൽ ശിവനെ കണ്ട ഋഷീശ്വരന്മാരും ജപിച്ച ശ്രീരുദ്രമന്ത്രത്തിൻ്റെ ധ്യാന ശ്ലോകം, ശിവധ്യാന ശ്ലോകമാണ് ഇവിടെ ചൊല്ലി ആവും വിധം അർത്ഥം വിവരിച്ചത്. എല്ലാവർക്കും ഈ സന്ദേശം കൊടുക്കുക, ഇതിനെ ഷെയർ ചെയ്യുക. ഭക്തജനങ്ങളെല്ലാം ശിവമാഹാത്മ്യങ്ങൾ മനസ്സിലാകട്ടെ. കലിയുഗത്തിലെ കന്മഷങ്ങൾ അകന്ന് നമുക്ക് കുടുംബത്തിനും മക്കൾക്കും എല്ലാം നന്മയും ഐശ്വര്യവും ലഭിക്കുകയും മഹാരോഗങ്ങൾ ബാധിക്കാതിരിക്കുകയും ദേഹസുഖവും ആയുരാരോഗ്യ സൗഖ്യവും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ദീർഘസുമംഗലീഭാവവും ദേഹസുഖവും ദീർഘായുസ്സും മോക്ഷവും മുക്തിയും നമ്മുടെ ഭവനങ്ങൾക്കെല്ലാം ഐശ്വര്യവും ലഭിക്കുന്നതിന് ഈ മന്ത്രം ജപിക്കുക. ഇത് കഴിയുന്നിടത്തോളം പഠിക്കുക. എല്ലാവർക്കും മഹാദേവൻ്റെ ഏക ഈശ്വരനായ രുദ്രൻ്റെ അനുഗ്രഹം നിശ്ചയമായും കിട്ടും.